വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ആഴ്സണലിനെ കുറിച്ചും ചെൽസിനെ കുറിച്ചും ലിവർപൂളിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ആഴ്സണലിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആഴ്സണൽ ഭയങ്കര ക്രൈസിസ് കൂടെയാണ് എഗെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ജനുവരിയിൽ എന്തുകൊണ്ട് സൈനിങ് നടത്തിയില്ല എന്നുള്ളത് ഇപ്പോഴൊരു ക്വസ്റ്റ്യനായിട്ട് നിൽക്കുകയാണ്. അപ്പം ജനുവരിയിലെ ഫാൻസിൻ്റെ ആശങ്ക ശരിവെക്കുന്ന രീതിയിലാണ് നിലവിലെ അവസ്ഥകൾ പോകുന്നത്. ഇപ്പോൾ ആർക്കൊക്കെയാണ് ഫ്രണ്ട് ത്രീയിൽ ഇഞ്ചുറി? സാക്ക് ഓൾറെഡി ഇഞ്ചോർഡായിട്ട് ഔട്ടാണ്. അതേപോലെ ഇപ്പോൾ ഹാവർട്സ് സീസൺ ഔട്ടായി കഴിഞ്ഞു. ഗബ്രിയേൽ മാർട്ടിനെല്ലി നിലവിൽ ഇഞ്ചോർഡാണ്. അതുപോലെ ഗബ്രിയേൽ ജീസസ് ഇഞ്ചോർഡാണ്. ഇനിയിപ്പോൾ അവരുടെ ഫ്രണ്ട് ത്രീയിൽ കളിക്കാനുള്ളത് ട്രൊസാർഡും സ്റ്റേർലിങ്ങും അതുപോലെ തന്നെ പിന്നെ ന്വാനേരിയും ഉള്ളത്. ന്വാനേരി ഒരു വിങ്ങർ അല്ലാന്നും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പം അത്രയും വലിയ ക്രൈസിസിലാണ് ഫ്രണ്ട് ത്രീ ഉള്ളത്. ഇത് തന്നെ ന്വാനേരിയും സ്റ്റെർലിങ്ങും രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരുന്ന പ്ലെയേഴ്സാണ്. ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്നതാണ്. അപ്പം പെർഫോമൻസ് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല, എസ്പെഷ്യലി സ്റ്റെർലിങ്ങിൻ്റെ കയ്യിൽ നിന്നും. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും ഇതിലിപ്പോൾ ന്വാനേരി കുറച്ച് ഗോളടിക്കും, സ്റ്റെർലിങ്ങിൻ്റെ അടുത്ത് ഗോൾ ഔട്ട്പുട്ടൊന്നും ഗ്യാരൻറ്റീഡ് അല്ല. പിന്നെ ടീമിൽ കുറേ കൂടി ഷോട്ട് എടുക്കാനുള്ള ഇൻസ്റ്റിങ്ക്റ്റൊക്കെ ഉള്ളൊരു പ്ലെയറാണ് ട്രൊസാർഡ് അവിടെ ഉള്ളത് അവർക്കൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ ടീമിൽ ഗോൾ ത്രെറ്റായിട്ട് കാര്യമായിട്ട് ആരുമില്ല. മിഡ്ഫീൽഡേഴ്സിന് ഗോൾ ത്രെറ്റ് ഇല്ല എന്നറിയാലോ ആഴ്സണലിൻ്റെ. പിന്നെ ഗോൾ ത്രെറ്റായിട്ടുള്ള ഗബ്രിയേലാണ്. അല്ലെങ്കിൽ ടീം ഗോൾ അടിക്കുന്നതിൽ അത്ര മികച്ച് നിൽക്കുന്നില്ല, സെറ്റ് പീസിൽ നിന്ന് മാത്രമാണ് വരുന്നത്. ഇതിപ്പം ഇടയ്ക്കെങ്കിലും ചാൻസൊക്കെ കിട്ടിയ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ആര്? അത് ഹാവർട്സ് ആയിരുന്നു. ഹാവർട്സ് ഒരു സ്ട്രൈക്കറല്ല, പക്ഷേ പേരിന് ടീമിലുണ്ടായിരുന്ന സ്ട്രൈക്കർ ഹാവർട്സ് ആയിരുന്നു. ആ ഹാവർട്സും കൂടെ പോയതോടെ ഫൈനൽ തേർഡിലെ കുറച്ചുകൂടെ കാര്യങ്ങൾ കുറയും. ഹാവർട്സ് ഭയങ്കര സംഭവം എന്നല്ലാന്ന് നമുക്കറിയാം, പക്ഷേ ഹാവർട്സ് ആ എയർ ബോൾ ട്രാപ്പ് ചെയ്ത് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നതും അതുപോലെ ആൾ തൻ്റെ ഹൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കളിക്കുന്നതും ആളുടെ ആ ഒരു ഫിസിക്കൽ പ്ലേയും അതെല്ലാം അവർ ഫൈനൽ തേർഡിൽ മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഒരു വഴിയുമില്ല അവിടെ ഹാവർട്സിൻ്റെ ആ ഒരു വിടവ് നികത്താൻ. വേറെ പ്ലെയർ ഉണ്ടെങ്കിലും ഓക്കെ. ഇനിയിപ്പം അക്കാഡമിയിൽ നിന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ടീമിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുമായിരിക്കും. സ്റ്റാർട്ടറായിട്ടല്ല, പക്ഷേ ഏതെങ്കിലും സ്ട്രൈക്കർ പിള്ളേരൊക്കെ കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അവരതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട് ത്രീയിൽ ശരിക്കും ഒരു ക്രൈസിസ് ഉണ്ട്. ഇനിയിപ്പം ലിവർപൂളും ഇവരും തമ്മിലുള്ള ടൈറ്റിൽ റേസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതിലിപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂൾ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യും. അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്സണലിൽ കയറി ക്യാപിറ്റലൈസ് ചെയ്യില്ല എന്നുള്ള വിശ്വാസമാണ് ലോകത്തെമ്പാടുമുള്ള ലിവർപൂൾ ഫാൻസിനും ഫുട്ബോൾ ഫാൻസിനൊക്കെ ഉള്ളത്. കാരണം നമുക്കറിയാം ആഴ്സണലിൽ നിലവിൽ അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ലയെന്ന്. അത് ആർട്ടറ്റൻ്റെ ടാക്ടിക്സ് വൈസ് ആണെങ്കിലും പ്ലെയേഴ്സിൻ്റെ കളി വൈസ് ആണെങ്കിലും എന്ത് വൈസ് നോക്കുകയാണെങ്കിലും നമുക്ക് തോന്നുന്നില്ല ലിവർപൂളിൻ്റെ മേലെ കയറി ആഴ്സണൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. സോ സീസൺ ഈസ് ഓൾമോസ്റ്റ് ഓവർ ഫോർ ആഴ്സണൽ. അവർ എന്തായാലും പ്രീമിയർ ലീഗ് അടിക്കുന്നത് തോന്നുന്നില്ല. UCL അവർക്ക് കാര്യമായിട്ടൊരു പ്രതീക്ഷയില്ല. ചിലപ്പോൾ ഒരു സെമി വരെയൊക്കെ പോകാൻ പറ്റിയേക്കാം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സീസൺ ട്രോഫിലെസ് ആയിട്ട് അവസാനിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവർക്ക് സാലിബനെ പോലത്തെ പല പ്ലെയേഴ്സിനും നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ട്രോഫി അടിക്കാത്തൊരു പ്രൊജക്റ്റിൽ എന്തിന് സാലിബ് നിൽക്കണം? സാലിബ് നേരെ റയലിൽ പോവും, അവിടെ ട്രോഫി അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ അതാണ് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ അവർ നേരത്തും കാലത്തും സൈനിങ് നടത്തിയില്ല, ഓണർഷിപ്പ് സൈനിങ് നടത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും പ്രശ്നം. ഓൾറെഡി ഒരു സ്ട്രൈക്കർ ഇല്ല. അപ്പം നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നൂടെ? അത് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നില്ല. ഒരു പൊസിഷനിലേക്ക് സൈനിങ് നടത്തിയിട്ടില്ല. അവർക്ക് സൈനിങ് നടത്താനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആഴ്സണലിൻ്റെ കാര്യം. ഇനി നമ്മൾ ചെൽസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ചെൽസിയിലൊരു വമ്പൻ സർക്കസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്നും ഇന്നലെ തുടങ്ങിയ സർക്കസ് അല്ല. ടോഡ് ബോഹ്ലിയും എഗ്ബാലിയൊക്കെ ടീമിനെ ഏറ്റെടുത്ത ശേഷം മുതലേ അവിടെ നടക്കുന്നത് ഒന്നാം തരം സർക്കസ് പരിപാടി തന്നെയാണ്. ഇപ്പോൾ നിലവിലെ ടീമിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ളത് 2 സ്കൗട്ടിംഗ് എക്സ്പേർട്സാണ്. അപ്പോൾ തന്നെ ലെവൽ മനസ്സിലായല്ലോ. സ്പോർട്ടിംഗ് ഡയറക്ടറുടെ പണി അവിടെ കിടക്കുന്നു, സ്കൗട്ടിംഗ് എക്സ്പേർട്സിൻ്റെ പണി അവിടെ കിടക്കുന്നു. രണ്ടും എക്സ്ട്രീമിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരു സ്കൗട്ടിംഗ് എക്സ്പേർട്ടിനെ പിടിച്ച് സ്പോർട്ടിംഗ് ഡയറക്ടർ ആക്കിക്കൊണ്ട് എന്ത് കാര്യം? എന്ത് ലോജിക്കിലാണ്, എന്ത് വലിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്? ഇവർ വലിക്കുന്ന സാധനം ഏതാണ് തമ്പുരാനറിയാം. ഇത് നമ്മൾ റോക്കി ബായ് അമ്മക്ക് വാക്ക് കൊടുത്തില്ലേ, എന്ത് സ്വർണ്ണമൊക്കെ ഞാൻ അമ്മൻ്റെ അടുത്ത് കൊടുന്നേരാന്ന്. അതേപോലെ ഈ ടോഡ് ബോഹ്ലിയും എഗ്ബാലും കൂടെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് തോന്നുന്നു. ടോട്ടൽ ടീമിൻ്റെ മാനേജ്മെൻ്റ് ഒന്നാകെ യൂറോപ്പിലെ എല്ലാ കുഞ്ഞിപ്പിള്ളേരെയും ഞങ്ങൾ ചെൽസിയിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നു. എവിടെ നിന്നൊക്കെ പിള്ളേരെ കൊണ്ടുവരുന്നു? ട്രാൻസ്ഫറിൻ്റെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മേളമാണ്. അവിടുന്ന് 18 വയസ്സിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട, പ്ലെയറിൻ്റെ ഏജ് ഒന്നെങ്കിൽ 18 അല്ലെങ്കിൽ 19, 20 റയർ കേസാണ്.
ഫുള്ളി 18-19 മക്കളിങ്ങനെ കൊണ്ടുവന്ന് നിറയ്ക്കുക. 8 മില്യൺ, 10 മില്യൺ, 4 മില്യൺ, 5 മില്യൺ, 12 മില്യൺ ഫീ ഒക്കെ കൊടുത്തിട്ട് ഈ 4 ആൾക്ക് കൊടുക്കുന്ന ഫീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ലോ കോസ്റ്റ് സ്ട്രൈക്കറെങ്കിലും കൊണ്ടുവരാം. ആ ഹൊസൈലൂനെങ്കിലൊക്കെ കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ 4 ഗോൾ വരട്ടെ ഫ്രണ്ട് ത്രീയിൽ. ജാക്സൺ മിസ്സാക്കുന്ന 10-1, ജാക്സൺ 8 മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 3 ബാക്കിയുള്ളവർ അടിച്ചോളും. ഓക്കെ, ഹൊസൈലൂനെ കൊടുന്നാലെങ്കിലും. സോ അതാണ് ഇവർ കണ്ണും മൂക്കില്ലാത്ത സ്ട്രാറ്റജി, ട്രാൻസ്ഫറുകൾ എങ്ങനെയാണ് ആ പ്ലെയേഴ്സൊക്കെ കൂടി അവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഇത് ഉത്സവത്തിന് പോയ പോലെ കുറേ പ്ലെയേഴ്സും ഒരു മാനേജർ. എൻസോ മറസ്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ അടുത്ത് നടത്തിയുള്ള കമൻറ്റ്സ്. അത് ശരിക്കും ഒരു നോൺ സെൻസി ഫാൻ എന്നുള്ള നിലക്ക് പോലും എന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആക്കി കളഞ്ഞു. കാരണം ആൾ പറഞ്ഞെന്താ, ഫസ്റ്റ് മറ്റേ ഒരു ലീഗ് കപ്പ്, ഒരു കപ്പ് നിന്ന് ഔട്ടായല്ലോ. FA കപ്പാണോ EFL ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, FA കപ്പാണ് തോന്നുന്നു. അപ്പോൾ അതിന് ഔട്ടായതിനു ശേഷം എന്താ പറയുന്നത്, ഇനി ഞങ്ങൾക്ക് പ്രീമിയർ ലീഗിലും അതുപോലെ കോൺഫറൻസ് ലീഗിലും കോൺസെൻട്രേറ്റ് ചെയ്യാമല്ലോ എന്ന്. എന്ത്, ഇനിയിപ്പോൾ ഈ കപ്പിൽ നിന്ന് പുറത്തായില്ലെങ്കിലും പ്രീമിയർ ലീഗും കോൺഫറൻസ് ലീഗും കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? ഈ ചങ്ങായിക്ക് ചെൽസിൻ്റെ വലുപ്പം അറിയില്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കമൻറ്റ് എന്താ വരുന്നത്, അടുത്ത കമൻറ്റ് വരുന്നത് എന്താണ്, ഞങ്ങൾക്ക് ഇപ്പം തന്നെ എന്താ പറയുക ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് വേണമെന്നില്ല, 2 കൊല്ലം കൊണ്ട് എടുക്കാനാണ് എന്നോട് മുതലാളിമാർ പറഞ്ഞിട്ടുള്ളതെന്ന്. ഇയാൾ ചെൽസിൻ്റെ മാനേജറാണെന്നുള്ള ബോധമില്ലേ? ഇപ്സ്വിച്ചിൻ്റെ മാനേജറല്ല, ലെസ്റ്ററിൻ്റെ മാനേജറല്ല. ലെസ്റ്ററിൻ്റെ പണി വിട്ടു, ഇത് ചെൽസിയാണ്. ചെൽസിയിൽ ഓണർഷിപ്പ് ഒരു എയിം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊക്കെ എന്തിനാണ് മാധ്യമങ്ങളോട് വന്ന് വിളമ്പാൻ നിൽക്കുന്നത്? ഈവൻ പ്ലെയേഴ്സിനോട് പോലും അത് പോയി വിളമ്പേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പ്ലെയേഴ്സ് എന്ത്, ഇത് കേട്ട പ്ലെയേഴ്സ് എന്ത് മനസ്സിലാക്കണം, 2 കൊല്ലം കൊണ്ട് UCL കയറിയ പോരെ, അപ്പം ആ ലെവൽ കളി നമ്മൾ കളിച്ചാൽ പോരെ. അല്ലെങ്കിൽ പല പ്ലെയേഴ്സിൻ്റെ സ്വഭാവം അറിയാലോ, ആ സാൻജൊക്കെ ഉള്ളത്. അപ്പം ഇമാതിരി പൊട്ട കമൻറ്റുകൾ, ഇമാതിരി ഒരു, ഞാൻ പറയണില്ല കൂടിപ്പോവും. ടീമിനെ മെൻ്റലി ലിഫ്റ്റ് ചെയ്യാൻ എന്താ പറയുക കേപ്പബിളായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം മാനേജർ. ആ പൊസിഷനിൽ വന്നിരുന്നിട്ട് എൻസോ മറസ്ക പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ബാഴ്സൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഹാൻസി ഫ്ലിക്ക് എന്ന മനുഷ്യൻ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലിക്കിനോട് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ് സീസൺ തന്നെ ലാലിഗ വേണമെന്നില്ല എന്ന് ചിലപ്പോൾ മാനേജ്മെൻറ്റ് പല റിയലിസ്റ്റിക് ആയിട്ടുള്ള എയിം മാനേജറോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അപ്ലിക്കബിൾ അല്ല. ഈ മാനേജർ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എയിംസ് ഉണ്ടല്ലോ, റിയലിസ്റ്റിക് ആയിട്ടുള്ള എയിമുകളുടെ അപ്പുറം എങ്ങനെ വെട്ടിപ്പിടിക്കാമെന്ന് നോക്കണം. അതായിരിക്കണം എപ്പോഴും മാനേജറുടെ ലക്ഷ്യം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ UCLൻ്റെയും ലാലിഗൻ്റെയും കോപ്പ ഡെൽ റേൻ്റെയൊക്കെ ചിത്രം ബാഴ്സൻ്റെ ആ റൂമിൽ വെച്ചിട്ടുണ്ട്. കാരണം എന്താ, ഈ സീസണിൽ ട്രബിൾ അടിക്കണം എന്നുള്ളൊരു സ്പിരിറ്റ് അത് പ്ലേയേഴ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ആ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കാൻ മുൻകൈ എടുത്ത മനുഷ്യൻ ഒരു സംശയം വേണ്ട, അത് ഹാൻസി ഫ്ലിക്കാണ്. ഒരു സംശയം വേണ്ട, അതാണ് മെൻറ്റാലിറ്റി. ഒരു മാനേജർ ടീമിൽ കൊണ്ടുവരേണ്ട മെൻറ്റാലിറ്റി അതാണ്. അത് ഹാൻസി ഫ്ലിക്ക് ബാഴ്സയിൽ ചെയ്തു. ഇവിടെ വന്നിട്ട് നേരെ തലകുത്തനെയാണ്, ചെൽസിയിൽ നേരെ തലകുത്തനെയാണ് എൻസോ മറസ്ക ചെയ്യുന്നത്. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇതെന്താണ്, ചെൽസിയാണ്, ഏതെങ്കിലും ആപ്പ് ക്ലബ്ബൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ന്യൂനോ എസ്പിരിറ്റോ സാൻഡോ പറയുമോ? ഇപ്പോൾ ആളിപ്പോൾ ടൈറ്റിൽ റേസിലുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇയാൾ പറയുമോ ഇക്കൊല്ലം ഞങ്ങൾക്ക് ടൈറ്റിൽ അടിക്കണം എന്നില്ല എന്ന്? ഒരിക്കലും പറയൂല, ന്യൂനോ പറയില്ല. ടോപ്പ് 4 വേണ്ടെന്ന് പറയുകയില്ല, ടൈറ്റിൽ അങ്ങനത്തെ ഒരു ഡയലോഗും ന്യൂനോൻ്റെ സൈഡിൽ നിങ്ങൾ കേൾക്കില്ല, ഉനായ് എമറിൻ്റെ സൈഡിൽ നിന്ന് കേൾക്കില്ല. ഈവൻ എഡി ഹൗ പറയുമോ ഞങ്ങൾക്ക് ടോപ്പ് 4 വേണമെന്നില്ല? ഒരിക്കലും പറയില്ല. അതാണ് ആ മെൻറ്റാലിറ്റി ഇവിടെ കൊണ്ടുവരാൻ മറസ്കക്ക് കഴിയണം. മറസ്ക തുടക്കത്തിൽ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് മോശം, എല്ലാം മോശമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടി വന്ന ജോ ഫെലിക്സ് ഒക്കെ കെട്ടെടുത്ത് ഇറ്റലിയിൽ പോയി. അപ്പോൾ എന്താണ് ഈ മാനേജറും മാനേജ്മെൻറ്റും എല്ലാവരും കൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ സെൻറ്റർ ബാക്കിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, വെസ്ലി ഫൊഫാന ഔട്ടാണ്. പിന്നെ അവിടെ ആളില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൾവില്ലും കൂടെ ഡിപ്പായി കഴിഞ്ഞാൽ കൊട്ടക്കണക്കിന് വാരേണ്ടി വരും. ഗോൾ കീപ്പർ അവസ്ഥ പറയേ വേണ്ട, സാഞ്ചസ് ഒക്കെയാണ്, അത് പറയേണ്ട ആവശ്യം കൂടില്ല. പിന്നെ ഫൈനൽ തേർഡിൽ ഇപ്പോൾ ജാക്സൺ ഔട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ അവർക്ക് നിലനിൽക്കുന്നുണ്ട്. പല സമയത്തും കോൾ പാമറിലൂടെയാണ് ഇവരെ കളി മൊത്തം വരുന്നതുകൊണ്ട് തന്നെ പല സമയത്തും കോൾ പാമറിനെ പൂട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ചെൽസിനെ ടോട്ടലി കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സ് പലരും സ്റ്റെപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നമാണ് ചെൽസിയിലുള്ളത്. ഈ തലയില്ലാത്ത മാനേജ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലാണ് അത്ഭുതം. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി ആക്ട് ചെയ്യേണ്ട ആൾ മാനേജറാണ്. മാനേജർ ഇങ്ങനത്തെ കമൻസൊക്കെ നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ചെൽസി ഫാൻസിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്.
ഇനിയിപ്പോൾ നമുക്കത് വിട്ടിട്ട് ലിവർപൂളിൻ്റെ കേസിലേക്ക് വരാം. ലിവർപൂളിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പ്ലെയ്മൗത്ത് അജീലിനോട് അവർ തോറ്റു. മേഴ്സിസൈഡ് ഡെർബിയിൽ ഗുഡിസൺ പാർക്കിൽ പോയിട്ട് എവർട്ടണോട് അവർക്ക് സമനിലയിൽ അവസാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. 98-ാം മിനിറ്റിലൊരു സമനില ഗോൾ കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സുഖമുള്ളൊരു കാര്യമൊന്നുമല്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർനെ സ്ലോട്ടിന് റെഡ് കിട്ടി. അതൊരു ഓൾഡ് സ്കൂൾ മാച്ചായിരുന്നു. പണ്ടൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ കോൺട്രവേഴ്സീസ് ഉണ്ടായിരിക്കും, കുറച്ച് ഫൈറ്റ്സ് ഉണ്ടായിരിക്കും, ത്രില്ലിംഗ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും, ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള റിയാക്ഷൻസും സ്പിരിറ്റൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ചേർന്നൊരു ഡെർബി ആയിരുന്നു, ഒരു പ്രോപ്പർ ഡെർബി ആയിരുന്നു നമ്മൾ ഗുഡിസൺ പാർക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഗുഡിസൺ പാർക്കിൽ അവസാന ഡെർബി ആയിരുന്നത്. ഇനി ഗുഡിസൺ പാർക്കില്ല. ഓക്കെ, അപ്പം എനിവേ ഒരു നൈസ് മാച്ചായിരുന്നു. ഒരുപാട് കോൺട്രവേഴ്സ്യലായിട്ടുള്ള കോള് മൈക്കിൾ ഒളിവറിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. പുതുമയുള്ള കാര്യമൊന്നുമില്ല, ഒട്ടും സർപ്രൈസ്ഡ് അല്ല മൈക്കിൾ ഒളിവറിൻ്റെ കേസ് ആയതുകൊണ്ട്. അപ്പം സ്ലോട്ടിന് റെഡ് കിട്ടുന്നു, കർട്ടിസ് ജോൺസിന് റെഡ് കിട്ടുന്നു. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അവിടെ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് ഇവന്മാർക്ക് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം എവർട്ടണെതിരെ വന്ന ഗോളൊക്കെ അതിൻ്റെ ടാലിസ്മാൻ എന്ന് പറയുന്നത് ആരാണ്? അത് മുഹമ്മദ് സാലയാണ്. അപ്പോൾ ഈ സെലിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മഹാ വേസ്റ്റ് കളിയാണ് സത്യം പറഞ്ഞാൽ ലൂയിസ് ഡിയാസ് കളിക്കുന്നത്. ലൂയിസ് ഡിയാസൊക്കെ പ്ലെയ്മൗത്ത് അജീലിനെതിരെ എന്താ കാണിക്കുന്നത്? എവർട്ടണെതിരെ വരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൽ എനിക്കൊന്ന് കുറച്ച് മെച്ചപ്പെട്ട് കളിച്ചു തോന്നുന്നു. പക്ഷേ ടോട്ടലി മോശമാണ്. ഫോൾസ് നൈനിലൊന്നും ആൾ നടക്കൂല. ഫോൾസ് നൈനിൽ ആൾ നടക്കൂല എന്ന് എനിക്കും മനസ്സിലായി. കളി കണ്ടപ്പോൾ എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ട്വിറ്ററൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ചിലർ പറയുന്നത് മാസ്റ്റർ ക്ലാസ് ആണെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർക്കും കൂടെ സംഭവം മനസ്സിലായിട്ടുണ്ട്. ആൾ ഫോൾസ് നൈനായിട്ടൊന്നും നടക്കൂല. ഈ ലൂയിസ് ഡിയാസിനാണ് ഇനി ഡെക്കോ 60 മില്യൺ 50 മില്യൺ ഒക്കെ കൊടുക്കുമെന്ന് പറയുന്നത്. ഡെക്കോനെ നല്ല ആളില്ലാത്തതിൻ്റെ പ്രശ്നമാണിത്. ലൂയിസ് ഡിയാസിനെ മെനക്കെട്ടിപ്പോൾ ബാഴ്സയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഡെക്കോനെ ഏറ്റവും കൂടുതൽ സെഡ്യൂസ് ചെയ്യുന്ന പേരിപ്പോൾ ലൂയിസ് ഡിയാസ് ആണെന്നാണ് പലരും പറയുന്നത്. ഇപ്പം അങ്ങനെയാണല്ലോ, സെഡ്യൂസിങ്, ഫ്ലേർട്ടിങ്, അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാം പറയാറുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എലിയോട്ട് മോശം പെർഫോമൻസാണ്. പ്ലെയ്മൗത്ത് അജീലിനെതിരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സഹിക്കൂല. ആ ഒരു ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പ്രധാനമായിട്ടും കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ, ചുമതലപ്പെട്ടിട്ടുള്ള ഒരാളാണ് അവിടെ എലിയോട്ടിനാണ് ലോഫ്റ്റഡ് പാസ് കൊടുക്കാനും നല്ല ക്രോസുകളൊക്കെ ഹാഫ് സ്പേസൊക്കെ ബോൾ എടുത്ത് പോയി കൊടുക്കാനൊക്കെ പറ്റുക. അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ വേഴ്സ്റ്റ് ക്രോസ് ആഫ്റ്റർ വേഴ്സ്റ്റ് ക്രോസ്. ഒരു ബോൾ മോശമായി എന്ന് വിചാരിക്കും, അടുത്ത ബോളും മോശം, ക്രോസും മോശം, പാസും മോശം, ഹെഡും മോശം, സർവ്വം മോശം. ചുമ്മാ അവരെല്ലാവരും ഡിഫൻസിൽ വലിഞ്ഞിക്കുന്ന സമയത്ത് പ്ലെയ്മൗത്ത് അജീലിന് ഒരു പ്ലെയർ ഉണ്ടാവില്ല മിഡ്ഫീൽഡിൽ. ആ പ്ലെയർക്ക് കൃത്യമായിട്ട് കൊണ്ട് എലിയോട്ട് ബോൾ കൊടുക്കും, അവർ കൗണ്ടർ വരും. എന്തൊരു മോശമാണ്. പിന്നെ സ്മിക്കാസ് മോശമാണ്. റോബോ കുറേയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ടോട്ടലി ഭയങ്കര മോശമായിട്ടുണ്ട്. ലിവർപൂളിൻ്റെ ആ മെയിൻ ടീമിൽ ലിവർപൂളിന് പ്രധാനമായിട്ടും കളിക്കാൻ ഒരു 11 പേരുണ്ട് അവിടെ. ഒരു പ്രോപ്പർ 11. ഇപ്പം ഗോൾ കീപ്പറായിട്ട് അലിസൺ അല്ലെങ്കിൽ കെല്ലഹർ, ഡിഫൻസിലേക്ക് വരുമ്പോൾ വാൻഡൈക്ക്, അതുപോലെ കൊനാട്ടെ, റൈറ്റ് ബാക്കിൽ ബ്രാഡ്ലിയോ, അർണോൾഡോ, ലെഫ്റ്റിൽ റോബർട്ട്സൺ, മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഗ്രാവൻ ബാച്ച്, അതുപോലെ മാക്ക്, പിന്നെ സോബോ. ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സാല. സെൻട്രലിൽ ഇപ്പോൾ സ്ട്രൈക്കറായി ഫോൾസ് നൈൻ ഇതാണ് നടത്തുന്നത്. അവിടെ ഇനി മാറ്റിയിട്ട് ന്യൂനസിന് ഇടുന്നത് നല്ലത്. ലൂയിസ് ഡിയാസിന് മെച്ചം ന്യൂനസെന്നാണ്. 10 ചാൻസിൽ 1 അടിച്ചോളും. പിന്നെ ഇപ്പുറത്ത് ഗ്യാക്പോ. അപ്പോൾ ഇങ്ങനൊരു ടീം അവർക്കുണ്ട്. പക്ഷേ ബെഞ്ചിലേക്ക് നോക്കുമ്പോഴോ കുറേ ആൾക്കാരുണ്ട്. ഇവർക്ക് എന്തെങ്കിലും തരാൻ പറ്റുന്നുണ്ടോ? ഒന്നും തരാൻ പറ്റുന്നില്ല. സോ ഒരു പ്രീമിയർ ലീഗിൽ ഒരു വലിയൊരു, ഇപ്പോൾ അവർ പ്രീമിയർ ലീഗിന് അടുത്താന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ഒരു ഇഞ്ചുറി ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ കൂപ്പ് കുത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം അത്ര ബെഞ്ച് സ്ട്രെങ്ത്തൊക്കെ അവർക്കുള്ളൂ. അപ്പോൾ അതിലാരെ കിയേസൊക്കെ പ്ലെയ്മൗത്ത് അജീലിനെതിരെ കളിക്കുന്നത് കണ്ടതല്ലേ, കണക്കാണ്. പിന്നെ ഡിഫൻസിനെ താങ്ങി നിർത്തുന്നത് ആരാണ്? വാൻഡൈക്കിന് എന്തെങ്കിലും സസ്പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ടീമിനെ ആര് കാക്കും? ആരും കാക്കാനില്ല. സെല ഒന്ന് ഡിപ്പായി കഴിഞ്ഞാൽ ടീമിന് എവിടുന്ന് ഗോള് വരും? ഗോളേ വരില്ല. സോ ലിവർപൂളിൻ്റെ സ്ക്വാഡിൻ്റെ ടോട്ടൽ സ്വഭാവം, ടോട്ടൽ ക്വാളിറ്റിയാണ് ഇപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യുന്നത്. കുറേ മുന്നേ നമ്മൾ പറഞ്ഞുള്ള സംഭവം. ഇപ്പം നമ്മൾ ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് FSGൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലർ വന്ന് ചെയ്ത കമൻറ്റാണ് FSG ആണ് വെൽ മാനേജ്ഡ് ക്ലബ്ബ്, അല്ല FSG ആണ് ഏറ്റവും സൂപ്പർ മാനേജ്മെൻറ്റ്, FSG ടീമിൻ്റെ മാനേജ്മെൻറ്റായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ലിവർപൂളിനോട് ഇഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, അതെല്ലാവരുടെയും വ്യൂ ആണ്. പക്ഷേ
ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേമോത്ത് അജീലിനോട് തോറ്റതിന് നമുക്കൊന്നും FSGനെ കുറിച്ച് പറയാനില്ല. അത് കംപ്ലീറ്റ്ലി അപ് ടു പ്ലെയേഴ്സ്. പക്ഷേ ടോട്ടലി നിങ്ങൾ നോക്കിക്കേ, ഈ സ്ക്വാഡ് അത്യാവശ്യം തിന്നാണ്. എപ്പോഴും പ്രീമിയർ ലീഗിന് ചാലഞ്ച് ചെയ്യാൻ പോകുന്ന ടീമിൻ്റെ അടുത്ത് വേണ്ട ഒരു ടൈപ്പ് ഓഫ് സ്ക്വാഡല്ല ഇത്. ഇതിനും സ്ട്രെങ്ത് ഉള്ള സ്ക്വാഡ് കാണും. ടീമിലെ എത്ര ആൾക്കാരുണ്ട്. സ്മിക്കാസ് ഒന്നും ടീമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആളല്ല, സബ്ബായിട്ട് വന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല. എലിയോട്ട് പ്ലാൻ ഇല്ലാത്ത പ്ലെയറാണ്. പിന്നെ ഒരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ഇല്ല. അപ്പം അങ്ങനെ ഒരുപാട് ഡിഫൻഡേഴ്സ് വളരെ കുറവാണ്, സെൻറ്റർ ബാക്സ് കുറവാണ്. അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ലിവർപൂളിനുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഞ്ചുറി ക്രൈസിസ് വന്നിട്ട് അവർ ട്രോഫി ഡ്രോപ്പ് ചെയ്താലും ഞാൻ അത്ഭുതപ്പെടില്ല. സീസൺ മുന്നോട്ട് പോകുന്ന സമയത്ത് സെലൻ്റെ അടുത്ത് നിന്ന് ഗോൾ വരുന്നില്ല. ഇനിയിപ്പോൾ ഉള്ള ഒറ്റ മാച്ചിലും സെല ഗോളോ അസിസ്റ്റോ കൊടുത്തില്ല എന്ന് വിചാരിച്ചു. സെലനെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു ഫുൾ സീസണുള്ളത് ആൾ ഓൾറെഡി ഡെലിവർ ചെയ്ത് കഴിഞ്ഞു. ആൾക്ക് ഫെറ്റീഗും കാര്യങ്ങളൊക്കെ വരും. സോ അതാണ് ലിവർപൂൾ അവർ ജനുവരിയിൽ കുറച്ചെങ്കിലും സ്ട്രെങ്തൻ ചെയ്യണമായിരുന്നു. മെയിൻ പ്ലേയേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ലൂയിസ് ഡിയാസ് ആണെങ്കിലും ഈ കിയേസ ആണെങ്കിലും എലിയോട്ടാണെങ്കിലും അതുപോലെ സ്മിക്കാസ് ആണെങ്കിലും അങ്ങനെ ഒരു റേഞ്ച് ഓഫ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഇവർക്ക് കൃത്യസമയത്ത് സ്റ്റെപ്പപ്പ് ചെയ്യാൻ കഴിയാത്തത് ടീമിനെ വല്ലാണ്ട് പിന്നോട്ടടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.